എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ പദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഷൺമാധുരസ്തവം ജ്ഞാനവല്ലരി 2 കടക്കുകയാണ്. മല്ലീകൃത ത്രിദശ മല്ലീ സദാ സുദതി വല്ലീ കുജാങ്കണലസദ് സല്ലീന കുങ്കുമരസോലീന വത്സ യുധി വല്ലീസ്മയോസി ദിദിജൈ സ്ഫുല്ലീ കുരുഷ്യ സജ വല്ലീത ഗോധിതല വല്ലീ വിലോല ബുധഹൃദ് വല്ലീ നിവാസ മമ സോലീന കേകിഹയ സല്ലീല പാഹൃദുദജം. മല്ലീകൃത ത്രിദശ മല്ലി. ത്രിദശ മല്ലിയെ മല്ലീകൃതമാക്കിക്കൊണ്ട്, അതായത് ദേവന്മാരുടെ മല്ലികയായ പാരിജാത കുസുമത്തെ സൗരഭ്യത്തിൻ്റെ കാര്യത്തിൽ മോഷ്ടാവാക്കി തീർത്ത് കൊണ്ട്, മല്ലീകരൻ മോഷ്ടാവ്, മല്ലീകൃതം മോഷ്ടാവാക്കി കളഞ്ഞ സദാ എപ്പോഴും, സുദതി വല്ലി കുജാംഗ നലസത്, സുദതിയായ വല്ലിയുടെ കുജാങ്കണത്തിൽ ലസിക്കുന്നതും, അതായത് സുന്ദരിയായ വല്ലിയുടെ മുലത്തടത്തിൽ ശോഭിക്കുന്നതും, സുദതി ശോഭനമായ ദന്തങ്ങളോട് കൂടിയവൾ സുന്ദരി. സല്ലീന കുങ്കുമ രസോലീന വത്സ, സല്ലീനമായ കുങ്കുമരസത്തെ ഉല്ലീനമാക്കിയ വത്സത്തോടു കൂടിയവനെ, അതായത് നല്ലവണ്ണം അലിഞ്ഞു ചേർന്നിരിക്കുന്നതുമായ കുങ്കുമരസത്തെ പകർന്നെടുത്ത് സ്വന്തം മാറിൽ ലയിപ്പിച്ചു ചേർത്തിരിക്കുന്നവനെ. ദിദിജൈ യുധി ഫല്ലീസ്മ അസി. ദിദിജൈ യുധി, ദൈത്യന്മാരോടുള്ള യുദ്ധത്തിൽ, ഫല്ലീസ്മ അസി, നീ പല്ലത്തോടു കൂടിയവനായിരിക്കുന്നുവല്ലോ. ഫല്ലം മുഴുത്ത അമ്പ്. ചവല്ലീത ഗോധിതല, ചവല്ലീതമായ ഗോധിതലത്തോടു കൂടിയവനെ. ചവല്ലീലം, ചവല്ലീതം ചവലമാക്കി തീർത്തത്, മിന്നൽ പിണറാക്കി തീർത്തത്. ഗോധിതലം നെറ്റിത്തടം. വല്ലി വിലോല, വല്ലിയിൽ വിലോലനായിരിക്കുന്നവനെ, വല്ലിയിൽ രമിച്ചിരിക്കുന്നവനെ. ബുധഹൃദ് വല്ലീ നിവാസ, ബുധന്മാരുടെ ഹൃദയമാകുന്ന വല്ലിയിൽ നിവസിക്കുന്നവനെ, അതായത് അറിവുള്ളവരുടെ ഹൃദയമാകുന്ന ലതയിൽ വസിക്കുന്നവനെ. സോലീന കേകി ഹയ, സോലീനമായ കേകിയെ ഹയമാക്കിയിട്ടുള്ളവനെ, അതായത് മുകളിലേക്ക് നന്നായി പൊങ്ങിപ്പറക്കുന്ന മയിലിനെ കുതിരയെന്ന വണ്ണം വാഹനമാക്കിയിട്ട് ഉള്ളവനെ. സയ, അങ്ങനെയുള്ളവനായ നീ. മമ സല്ലീന പാഹൃദുദജം, സല്ലീനയെ പാലനം ചെയ്യുന്ന ഹൃദയമാകുന്ന ഉദജത്തെ, അതായത് നിന്റെ നല്ല ലീലകളെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയമാകുന്ന താമരയെ. സ്ഫുല്ലീ കുരുഷ, വിരിയിപ്പിക്കത്തക്കവണ്ണമുള്ള നേരിയ ചലനം അതിലുണ്ടാക്കി തരേണമേ. ഷൺമാധുര ഭഗവാനെ ഒരു ആരാധ്യ ദേവതയായി ഭക്തന്മാർ കരുതുന്നു. എന്നാൽ ഭഗവാന്റെ ശരിയായ വാസസ്ഥലം അറിവുള്ളവരുടെ ഹൃദയത്തിലാണ്. അറിവുള്ളവർ എന്നു പറഞ്ഞാൽ സത്യം അറിഞ്ഞവർ. സത്യം അറിഞ്ഞവർ സത്യത്തെ കാണുന്നത് അറിയേണ്ട ഒരു പൊരുളായിട്ടല്ല, സ്വന്തം സത്തയായിരിക്കുന്ന അറിവായിരിക്കുന്ന പൊരുളായിട്ടാണ്. ആ സത്യത്തിൻ്റെ തന്നെ വിവിധ മുഖങ്ങളായി അവർ സകലതിനെയും കാണുന്നു. അതുകൊണ്ട് ഭഗവാൻ എത്ര മുഖമുണ്ടെന്ന് പറയാൻ നിവർത്തിയില്ല. ഒരു കാര്യം മാത്രം നമുക്ക് പറയാം, പഞ്ചേന്ദ്രിയങ്ങളും മനസ്സിനും ഗോചരമായതെല്ലാം ഭഗവാന്റെ മുഖങ്ങളാണ്. അതുകൊണ്ട് എണ്ണമില്ലാത്ത ഭഗവാന്റെ മുഖങ്ങളെ തത്വത്തിൽ 6 കാണാം, അറിയപ്പെടുന്നു. അങ്ങനെ ആണ് ഭഗവാൻ ഷൺമുഖനായത്. അറിവിൻ്റെ ശക്തി അനന്തമാണ്. അതിനെ 2 വകതിരിക്കാം. വ്യവസായാത്മികമായ ബുദ്ധിയെന്നും അവ്യവസായികമായ ബുദ്ധിയെന്നും, അഥവാ സമ എന്നും അന്യയെന്നും. സകലതിനെയും ഒന്നായി കാണുന്ന അറിവാണ് സമ. സത്യത്തെ പലതായി കാണുന്നത് അന്യ. അറിവ് സമയായി പ്രകാശിക്കുമ്പോൾ ജീവിതത്തിൽ സൗമ്യത വിളയാടും, ജീവിതം സുഗന്ധപൂരിതമായി തീരും. അന്യ എന്ന അറിവിന് പ്രാമുഖ്യം ഉണ്ടാവുമ്പോൾ
സകലതിനെയും തന്നിൽ നിന്നും അന്യമായി കാണും. അവിടെയാണ് കോപത്തിനും വിദ്വേഷത്തിനുമൊക്കെ സ്ഥാനമുള്ളത്. ഒരൊറ്റ സത്യത്തിൽ, ഒരൊറ്റ ബോധത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ രണ്ടിനും സാധ്യതയുള്ളത്. ആ സത്യമാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനിൽ ഇപ്പറഞ്ഞ രണ്ട് വിരുദ്ധ ഭാവങ്ങളെയും നാം കാണുന്നു. സൗമ്യഭാവത്തിൽ ഭഗവാൻ വല്ലീവിലോലനാണ്. ക്രൂരഭാവത്തിൽ മുഴുത്ത അമ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് ദൈത്യന്മാരോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. നെറ്റിത്തടം അപ്പോൾ മിന്നൽ പിണർ പോലെ ശോഭിക്കുന്നു. സൗമ്യഭാവത്തിൻ്റെ പാരമ്യതയെ കാണിക്കുന്നതാണ് ഭഗവാൻ വല്ലിയിൽ ആലിംഗനബദ്ധനായിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു വശത്ത് വല്ലിയിൽ ലീനനായും മറുവശത്ത് ഭല്ലിയായും ഒരേ സമയം ശോഭിക്കുന്ന ഭഗവാൻ ലീലയാടുന്ന മയിലിൻ്റെ മുകളിലേറിയാണ്. സാധാരണക്കാർക്ക് കുതിര പോലെ ആണ് ഭഗവാന് മയിൽ. ഭഗവാനെയും കൊണ്ട് അത് ഇളകിപ്പറന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയാൽ അവിടെ അത് ലയിച്ചു തീർന്നതായി തോന്നിപ്പോകും. ഭഗവാന്റെയും ഭഗവാന്റെ ലീലാവിലാസങ്ങളുടെയും സ്വരൂപം അറിഞ്ഞവരും അറിവാകുന്ന ആകാശത്തിലേക്ക് പറന്നുയരും. അതിൽ ഭഗവാനും ഭഗവാന്റെ വാഹനവും അപ്രത്യക്ഷമായി തീരും, നാമും അപ്രത്യക്ഷമായി തീരും. ആ അനുഭൂതി വിശേഷത്തെ ഒരു തേൻ നുകരലിനോട് മാത്രമേ ഉപമിക്കാനാവൂ. തേൻ നുകരുന്നത് പോലെ. ആ തേൻ മറ്റെങ്ങും ഇരിക്കുന്നതല്ല, അവനവൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് തന്നെ. ആ ഹൃദയത്തിലിരിക്കുന്ന ആ തേനിനെ നമുക്ക് തന്നെ നുകരത്തക്കവണ്ണം നമ്മുടെ ഹൃദയകമലം വിടർത്തിത്തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഷാൺമാധുരസ്തവൻ ജ്ഞാനവല്ലേരി രണ്ടാർത്ഥം വരണം എന്നിവിടെ സമാപിക്കണം. ഒരിക്കൽ കൂടി ജ്ഞാനവല്ലേരിയിലേക്ക് പോകാം. മല്ലീകൃത ത്രിദശ മല്ലീ സദാ സുദതി വല്ലീ കുചാങ്കണലസത് സല്ലീന കുങ്കുമരസോലീന വത്സ യുധി പല്ലീ സ്മസീതി ജൈ സ്ഫുല്ലീകുരുഷ സജ വല്ലീത ഗോദിതല വല്ലീ വിലോല ബുധഹ്രീദ് വല്ലീ നിവാസ മമ സോലീന കേകിഹയ സല്ലീല പാകൃതുദജം. അർത്ഥവരണം എന്നിവിടെ സമാപിക്കാൻ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.